യെസ്, നാട്ടോട് ആദ്യം പോകുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. ആ സീറ്റ് വിഭജനം സംബന്ധിച്ച UDF-നകത്തെ തർക്കത്തിന് ഇതുവരെ പരിഹാരമായില്ല. വാരം സീറ്റ് വിട്ടുതരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. മറ്റേതെങ്കിലും ഒരു ഡിവിഷൻ വിട്ടു നൽകാമെന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വവും എത്തിയിട്ടുണ്ട്. ഇക്കാര്യം ഇന്ന് ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിക്കും. യെസ്, ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. ബിജീഷ്, വാരത്തെ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിൽ കെ സുധാകരൻ അടക്കം ഇടപെടുമെന്നുണ്ടായിരുന്നെങ്കിലും അത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ വാരത്തല്ലാതെ മറ്റൊരിടത്ത് സീറ്റ് കൊടുത്ത് പ്രശ്നം പരിഹരിക്കാമെന്ന കോൺഗ്രസിന്റെ ഉറപ്പ് ലീഗ് മുഖവിലേക്ക് എടുക്കുന്നില്ലേ? എന്താണ് സംഭവിക്കുന്നത്? ജിൽസി, കണ്ണൂരിൽ കാര്യങ്ങൾ നിർണായക ഘട്ടത്തിലേക്ക് കടന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം LDF അതിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ്, കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തു എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. പക്ഷേ ഇതുവരെ കോൺഗ്രസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ഇതൊരു സമവായത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇരു പാർട്ടികളും തമ്മിൽ നടത്തിയിട്ടില്ല. പക്ഷേ കോൺഗ്രസിനകത്ത് കോർ കമ്മിറ്റിയും അതുപോലെ തന്നെ നേതാക്കന്മാർക്കിടയിലുള്ള ആശയവിനിമയവും ഇന്നലെ നടന്നിരുന്നു. അതിലാണ് ഇത്തരത്തിൽ വാരത്തിനു പകരം മറ്റൊരു ഡിവിഷൻ നമുക്ക് മുസ്ലിം ലീഗിന് കൊടുക്കാമെന്നുള്ളൊരു നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം ആലോചനയിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യം മുസ്ലിം ലീഗിനെ അവർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് സൗത്ത് ബസാർ എന്ന് പറയുന്ന കണ്ണൂർ ടൗണിലുള്ള ഡിവിഷൻ മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കാമെന്നുള്ളതാണ്. അത് നിലവിൽ CPM-ന്റെ കയ്യിലിരിക്കുന്ന ഒരു ഡിവിഷൻ കൂടിയാണ്. പക്ഷേ അത് വിട്ടുകൊടുക്കുന്നതിനോട് ലീഗിന്റെ അണികൾക്കും അതുപോലെ തന്നെ നേതൃത്വത്തിനും അനുകൂലമായ നിലപാടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇക്കാര്യം കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇന്ന് ഔദ്യോഗികമായി ഇക്കാര്യം ലീഗ് നേതൃത്വത്തെ അറിയിക്കാനാണ് സാധ്യത. ഇന്നലെ ലീഗിന്റെ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നിരുന്നു. ഇതിനകത്ത് NA നെല്ലിക്കുന്നു, അതുപോലെ N ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള മുതിർന്ന സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിനകത്ത് ഉയർന്ന ഒരു പ്രധാന കാര്യം വാരം ഡിവിഷൻ എന്തായാലും വിട്ടുകൊടുക്കേണ്ട എന്നുള്ളൊരു സമീപനമാണ് ലീഗ് അണികളും അതുപോലെ തന്നെ നേതാക്കന്മാരും മുന്നോട്ട് വെച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വാരം ഡിവിഷൻ മാറി മറ്റേതെങ്കിലും ഒരു ഡിവിഷനിൽ മത്സരിക്കാനുള്ള അവസരം കോൺഗ്രസ് നൽകിയാലും അത് സ്വീകരിക്കാനുള്ള ഒരു സമീപനം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്ന ഒരു പ്രധാന ആവശ്യം, അവരുടെ പാർട്ടിക്കകത്ത് ഉയരുന്ന ഒരു പ്രധാന ആവശ്യം എന്താണെന്ന് കരുതിയാൽ വാരത്ത് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്, മത്സരിക്കട്ടെ. ഒപ്പം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ കൂടി നിർത്തിക്കൊണ്ട് തങ്ങളുടെ ശക്തി തെളിയിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് മുസ്ലിം ലീഗിൽ പൊതുവെ ഉയരുന്നത്. ഇതിനകത്ത് ഇനിയിപ്പോൾ കെ സുധാകരന്റെ ഒരു ഇടപെടലാണ് UDF നേതൃത്വം പ്രധാനമായി പ്രതീക്ഷിക്കുന്നത്. കെ സുധാകരൻ ഇടപെട്ട് ഇതിനകത്തൊരു സമവായം ഉണ്ടാക്കും. മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാനുള്ള ഫോർമുല കെ സുധാകരന്റെ കയ്യിൽ ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസും അതുപോലെ തന്നെ ലീഗിന്റെ നേതൃത്വവും കരുതുന്നത്. അങ്ങനെ കെ സുധാകരന്റെ ഇടപെടലിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നാണ് വാരത്ത് UDF പ്രവർത്തകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും തൽക്കാലം മറ്റൊരു ഡിവിഷനിലെ സീറ്റ് എന്നുള്ള പ്രശ്നപരിഹാര ഫോർമുലയ്ക്ക് മുസ്ലിം ലീഗ് സമ്മതിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്.